السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനം നിറഞ്ഞ ഉസ്താദുകൾ, മറ്റേ മുതഅല്ലിം സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിന്റെ ഭാഗമായി മുനീർ സുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന മഹത്തായ ദിറവിലാണ്. ഈ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിൽ അർപ്പിത വിഷയം കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്നതാണ്. ഈ വിഷയത്തെ അല്പം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളുടെ പ്രപഞ്ചനിഷ്ഠാവായ അല്ലാഹു കാണിക്കുന്ന കാരുണ്യം എത്രയോ ഉന്നതയാണ്. അവനെ അംഗീകരിക്കുന്നവർക്കും അവനെ അംഗീകരിക്കാത്തവർക്കും അവന്റെ കരുണ നിന്ന് അവന്റെ അംശം പകർന്നു നൽകുന്നു. കരുണ എന്നാൽ അത് മനസ്സലിവാണ്. അതിന്റെ പര്യായ പദങ്ങൾ നിരവധിയുണ്ട്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും ഉത്തമമായ കാര്യമാണെന്ന് ഒരു ഹദീസുണ്ട്. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 100 റഹ്മത്തുണ്ട്. അതിൽ ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് ഇറക്കിയത്. ആ ഒറ്റ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്തിലുള്ള എല്ലാ മൃഗങ്ങളും എല്ലാ ജിന്നുകളും എല്ലാ മനുഷ്യന്മാരും കരുണ ചെയ്യുന്നത്. ആ ഒറ്റ റഹ്മത്ത് കൊണ്ട് മാത്രമാണ്. ബാക്കി 99 കരുണയും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകൾക്ക് വേണ്ടി അന്ത്യനാളേക്ക് വേണ്ടി നീട്ടി വെച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 100 അംശം മാത്രമാണ് കരുണ ഈ ലോകത്തേക്ക് ഇറക്കിയത്. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കാരുണ്യവാനായി മാതൃകാതരത്തിൽ നമ്മളെ പ്രിയപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുത്തെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയാനുള്ള കാരണം തന്നെയാണ്. ലോകത്തിനാകമാനം കാരുണ്യമായിട്ടല്ലാതെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ തിരുനബിയെ പറ്റി പറയുന്ന വാക്യാനമാണ് ഇവിടെ പ്രയോഗിച്ച പദം സർവ്വലോകത്തെ ചേതനങ്ങൾക്കും അചേതനങ്ങളുമായ വസ്തുക്കൾ ഉൾപ്പെടുത്തുന്ന പ്രയോഗമാണ്. സാമാന്യ അറബി ഭാഷയുള്ളവർക്ക് മാത്രമേ ഇതിന്റെ ഘടനാപരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരായത്തിൽ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ അവരോട് ഹൃദയ നിർമ്മലതയോടെ പെരുമാറുക എന്നതാണ്. ഈ ഒരു മനസ്സലിയോട് കൂടിയിട്ടാണ് ലോകഗുരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് നിയോഗിച്ചത്. ആദ്രപരമായ ഇതിന്റെ വാൾ കൊടുത്ത മനസ്സ് വാഗപ്പെടാൻ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യം തന്നെയായിരുന്നു. മുത്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശത്രുക്കളോട് പോലും ഈ ഒരു സമീപമായി സ്വീകരിച്ചിരുന്നത്. ഒരിക്കലും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരച്ചുവെട്ടി വിശ്രമിച്ച് കിടക്കുകയായിരുന്നു. ആ സമയത്ത് മലമുകളിൽ ഒരു ശത്രു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടുക്കൽ നിന്നിട്ട് ഊരിൽ നിന്ന് വാളെടുത്തിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ ചൂണ്ടിയിട്ട് പറയുകയാണ്, എന്റെ കയ്യിലാണ് ഇപ്പോൾ വാളുള്ളത്, നിന്നെ രക്ഷിക്കാൻ പോരാനാണുള്ളത്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ശാന്തിയോടുകൂടി മറുപടി പറയുകയും ഈ ഒരു മറുപടി കേട്ട് ശത്രു സേനാധിപൻ വളരെയധികം ഭയന്നിൽ നോക്കുകയും വിറച്ചു പോവുകയും കയ്യിൽ നിന്ന് വാൾ നിലത്തുകയും ചെയ്തു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാളെടുക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന് നേരെ ചൂണ്ടുകയും ചെയ്തു. ഇപ്പോൾ നിന്നെ രക്ഷിക്കാൻ ആരാണുള്ളത്? അപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമയം തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹം തന്റെ ഗോത്രക്കാരോട് പോയി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ മഹാമനസ്സിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും പിന്നീട് അവനെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഓ എന്റെ മുഅ്മിനീങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഇസ്ലാം വ്യാപനത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യയുടെ സ്വാധീനം പ്രകടമാണ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോട് മാത്രമല്ല ചെറിയ കുഞ്ഞുങ്ങളോടും ഈ ഒരു സമീപമായാണ് സ്വീകരിച്ചിരുന്നത്. ഉസാമ ബിൻ സൈദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് ഇങ്ങനെയായിരുന്നു, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ തൊണ്ടയിലും മറ്റേ തൊണ്ടയിൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു മറ്റേ തൊണ്ടയിൽ ഇരുത്തിക്കൊണ്ട് ഞങ്ങളുടെ മേൽ കരുണ വർദ്ധിക്കാനായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മറ്റൊരിക്കൽ ഒരു ഗ്രാമീണ അറബി മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് വരികയാണ്. അപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പേരകുമാരനായ യാസിൻ എന്ന കുഞ്ഞിനെ ചുംബിക്കുകയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, അല്ല പ്രവാചകരെ, നിങ്ങൾ ചുംബിക്കുകയോ? അപ്പോൾ ആഗതൻ പറയുകയാണ്, എനിക്ക് 10 മക്കളുണ്ട്, ഇന്നേ വരെ ഞാൻ ഒരുത്തരെയും ചുംബിച്ചിട്ടില്ല. അപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കരുണ ചെയ്യാത്തവരോട് ആരും കരുണ കാണിക്കില്ല, കരുണയുടെ വേഷത്തിൽ കൊടുത്തു ലഭിക്കും എന്ന സമാനത്തെ അവിടുന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണ കൊണ്ട് വിജയിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാട്ടെ എന്ന ദുആവശത്തോടുകൂടി വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.